ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഈ ദൈവവചനവുമായി വരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളിൽ സ്ഥലത്തില്ലാതിരുന്നതിനാലും യാത്രയിലായിരുന്നതിനാലും ഒക്കെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ വീണ്ടും കർത്താവ് അതിന് അവസരം നൽകിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഓരോ ദിവസവും നമ്മെ നടത്തുന്നത് വലിയവനായ ദൈവമാണ്. നമുക്ക് ആയുസ്സ് ദീർഘമാക്കി തരുന്നത്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നൽകിത്തരുന്നത്, നമ്മെ ജീവിക്കാൻ അനുവദിക്കുന്നത് എല്ലാം ദൈവമാണ്. സകലത്തിൻ്റെയും അധികാരിയായ ദൈവം, സർവശക്തനായ സർവവ്യാപിയായ ദൈവം, സകലവും അറിയുന്ന തമ്പുരാൻ ഓരോ ദിവസവും നമ്മെ നടത്തുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയുവാനായി സാധ്യമല്ല. നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ ഒന്നുമല്ല നാം ജീവനോടെ ഇരിക്കുന്നത്. നാം ഭൂമുഖത്ത് ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ വലിയവനായ ദൈവത്തിന് സർവ്വസ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ അസാധ്യതകളാണ് ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തിക്കളയുന്നത്. സാധ്യതകൾ നമ്മെ മുൻപോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നവയാണ്, നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നവയാണ്. എന്നാൽ അസാധ്യതകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നതും സമാധാനം ഇല്ലാതെയാക്കുന്നതും. പല വിധത്തിലുള്ള അസാധ്യതകൾ നമ്മുടെ മുൻപാകെ വരുമ്പോൾ അതിനെപ്പറ്റി നാം ചിന്താകുലമുള്ളവരായി മാറുന്നു. അതിനെപ്പറ്റി മാത്രം നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അസാധ്യതകൾ ഓർത്ത് നമ്മുടെ സമാധാനം ഇല്ലാതെയാവുകയും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പലർക്കും ജീവിതത്തിലുള്ള ആശ ഇല്ലാതെയാകുന്നത് അസാധ്യതകൾ ഓർത്തുകൊണ്ടാണ്. അനേകർ ആത്മഹത്യകൾ ചെയ്യുന്നത് പോലും എല്ലാം അസാധ്യം എന്നുള്ള വലിയ ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്നു, ഇനിയും പ്രതീക്ഷിക്കുവാൻ യാതൊരു വഴിയുമില്ല എന്നുള്ള അതിഭയാനകമായ ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് മനുഷ്യൻ തിരിയുന്നത്. അതുകൊണ്ട് അസാധ്യതകൾ മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുകയും മനുഷ്യൻ്റെ സന്തോഷത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അസാധ്യതകളുടെ കൂമ്പാരം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല സമയങ്ങളിലും ഉണ്ടായെന്ന് വരാം. അങ്ങനെ അസാധ്യതകളെ മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ സമാധാനമെല്ലാം ഇല്ലാതെയായി പോകുമ്പോൾ ജീവിതത്തിലുള്ള ആശ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെടാം. ഓരോ ദിവസവും നാം ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഈ അസാധ്യതകൾ നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്, ഒരു വലിയ പർവ്വതം പോലെ നിൽക്കുകയാണ്. ഈ അസാധ്യതകളെ കണ്ടുകൊണ്ട് നാം ചിന്താകുലമുള്ളവരായി തീരും തോറും നമ്മുടെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് രാവിലെ നാം കിടക്ക വിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ മുൻപാകെ എന്താണ് വലിയ പർവ്വതം പോലെ നാം കാണുന്നത്? അസാധ്യതകളുടെ കൂമ്പാരമാണോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ച പല കാര്യങ്ങൾ, നമ്മുടെ പല ആവശ്യങ്ങൾ, ഇതൊക്കെ അസാധ്യം എന്നുള്ള ചിന്തയാണോ ഇന്ന് രാവിലെ ഉള്ളത്? പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ളതായ ഭീതി, പഠിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതായ ചിന്താകുലങ്ങൾ, അസാധ്യം എന്നൊരു പക്ഷെങ്കിൽ അവരുടെ മനസ്സിൽ പറയുന്നതായ പല കാര്യങ്ങൾ അവരുടെ സമാധാനം കെടുത്തിക്കളയുന്നതാകാം. യൗവനക്കാരാണെങ്കിൽ അവരുടെ ജോലിയെ സംബന്ധിച്ചുള്ളതായ അസാധ്യതകൾ, അവരുടെ ഭാവിയെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുണ്ടാകുന്ന അസാധ്യതകൾ ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും ഇല്ലാതെയാക്കി കളയാം. പ്രായമുള്ളവരാണെങ്കിലും അവർക്കുമുണ്ട് ഏറെ ചിന്താകുലങ്ങൾ. അവരുടെ ശാരീരിക സ്ഥിതിയെ സംബന്ധിച്ചുള്ളതായ ചിന്താകുലങ്ങൾ, രോഗത്തെ സംബന്ധിച്ചുള്ളതായ ചിന്താകുലങ്ങൾ, ഇനിയിപ്പോൾ പഴയതുപോലെയുള്ള ആരോഗ്യമൊന്നും ലഭിക്കുകയില്ല എന്നുള്ള പ്രയാസകരമായ ചിന്തകൾ, അങ്ങനെ അസാധ്യതകളുടെ ഒരു കൂമ്പാരം അവരുടെ മുൻപിലുമുണ്ട്. ഈ അസാധ്യതകളാണോ ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിലുള്ളത്? ദൈവവചനം നമ്മോട് പറയുന്നത് അസാധ്യതകളുടെ മുൻപാകെ നമുക്കൊരുക്കിത്തരുന്ന സാധ്യതകളെ സംബന്ധിച്ചാണ്.
അസാധ്യം എന്ന് വിധി എഴുതുന്നതായ സ്ഥാനത്ത് ദൈവം ഒരുക്കിത്തരുന്ന അത്ഭുതകരമായ വഴിയാണ് വാസ്തവത്തിൽ ദൈവവചനം നമുക്ക് നൽകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 37 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഗബ്രിയേൽ ദൂതൻ മറിയയോട് സംസാരിക്കുന്നതിൻ്റെ അവസാനമായി താൻ പറയുന്നതായ കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇത് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. മറിയ അതേപോലെ ആ കാര്യം വിശ്വസിച്ചു. അവൾക്ക് കൃപ ലഭിച്ചവളായിരുന്നു. ദൈവം അവളോട് സംസാരിക്കുമ്പോൾ ദൈവം അവളോട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി അവൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. 1 അധ്യായം 38 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം അവളോട് എന്താണോ കൽപ്പിച്ചത് അത് പൂർണ്ണമായും അവൾ വിശ്വസിച്ചു. യേശു കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ ഗബ്രിയേൽ ദൂതൻ മറിയയോട് സംസാരിച്ചു. അത് അതേപോലെ അവൾ വിശ്വസിക്കുകയും അവൾ പറയുകയും ചെയ്തു: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ അവൾ അനുസരിക്കുകയാണ്. ദൈവദൂതൻ പറയുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നാണ്. ഇന്ന് രാവിലെ ഈ ഒരു കാര്യം വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ മുൻപാകെ അസാധ്യതകളില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധ്യതകളുടെ വലിയൊരു കൂമ്പാരമാണ് നമ്മുടെ മുൻപിലുള്ളത്. അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഓരോ അസാധ്യതകളുടെ മുൻപിലും നാം ചിന്തിക്കുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ഒരു വഴി നിശ്ചയിക്കുകയാണ്. ആ വഴിയിലൂടെ ദൈവം ചെയ്തു തരണം. നമ്മൾ വരയ്ക്കുന്നതായ പാതയിലൂടെ കർത്താവ് വരണം എന്ന് നാം വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അസാധ്യതകൾ അസാധ്യതകളായി തന്നെ നിലനിൽക്കുന്നത്. നമ്മുടെ പല കാര്യങ്ങളും സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം നാം ചിന്തിക്കുന്ന വഴിയിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ചിന്ത വല്ലാതെ നമ്മെ ഭരിക്കുന്നത് കൊണ്ടാണ്. ദീർഘനാളുകളായി നാം പ്രയാസപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ദൈവം ഒരു വഴി കാണിച്ചു തരാത്തതിൻ്റെ കാരണം എന്താണ്? കർത്താവെ, എനിക്ക് ഇന്ന കാര്യം സാധ്യമാക്കി തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന വഴിയിലൂടെ അത് സാധ്യമാക്കി തരണമേ എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത്? യെശയ്യാപ്രവചനം 55 അധ്യായം 8, 9 എന്നീ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നോക്കുക, നാം വരയ്ക്കുന്നതായ പാതയിലൂടെ അല്ല കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമായ വഴികളിലൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ അത് സ്വീകരിക്കുവാൻ നാം ഒരുക്കമല്ല. പ്രത്യുത നാം വരച്ചിരിക്കുന്നതായ പാതയിലൂടെ കർത്താവ് പ്രവർത്തിക്കണം. നാം ഇച്ഛിക്കുന്നതായ വഴിയിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിത്തരണം എന്നുള്ളത് നാം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണമായും കർത്താവിൻ്റെ വഴികൾക്ക് വിധേയപ്പെടുവാൻ നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നത്. എഫെസ്യ ലേഖനം 3 അധ്യായം 20 നാം വായിക്കുന്നത്: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ സഹായിക്കുവാൻ വലിയവനായ ദൈവത്തിന് കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം. കർത്താവെ, അവിടുത്തെ ഹിതമനുസരിച്ച്,
അവിടുത്തെ വഴികളിലൂടെ അവിടുന്ന് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അസാധ്യതകളെ ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുകയാണ്. എന്നെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ ശാരീരികമായിട്ടുള്ളതോ മാനസികമായിട്ടുള്ളതോ ആത്മീയമായിട്ടുള്ളതോ എൻ്റെ ഭൗതികമായിട്ടുള്ളതോ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ളത്, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത്, ഭാവിയുമായി ബന്ധപ്പെട്ടത്, എന്തെല്ലാം കാര്യങ്ങളായിരുന്നാലും അതെല്ലാം കർത്താവ് ഇന്ന് രാവിലെ ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതമനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾക്ക്, എൻ്റെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരമുണ്ടാക്കി തരണമേ എന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവം നമുക്ക് ആവശ്യമായ വഴികളെ കാണിച്ചു തരുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിത്തരുന്നു, നമ്മുടെ അസാധ്യതകളെ മാറ്റി സാധ്യതയുടെ ഒരു വഴി നമ്മുടെ മുൻപാകെ ഒരുക്കിത്തരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മുൻപിലുള്ള അസാധ്യതകൾ ഞങ്ങളുടെ സമാധാനത്തെ പലപ്പോഴും കെടുത്തിക്കളയുമ്പോൾ, ഞങ്ങൾ ചിന്താകുലമുള്ളവരായി തീരുമ്പോൾ, ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ച വേദവചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തേക്ക് ഒന്നും അസാധ്യമല്ല എന്നുള്ളത് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വഴികൾ ഞങ്ങളുടെ വഴികളിലും അവിടുത്തെ വിചാരങ്ങൾ ഞങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള വഴികളെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അസാധ്യതകളെ മുഴുവനായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ഹിതമനുസരിച്ച് കർത്താവെ, അവിടുത്തെ വിചാരങ്ങളിലൂടെ അവിടുത്തെ വഴികളിലൂടെ ഞങ്ങളുടെ അസാധ്യതകളെ ഇന്ന് രാവിലെ അവിടുന്ന് പരിഹരിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും ഒക്കെ കൊടുത്ത് അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. അനുവേദന, അനുശോധന,